മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നിങ്ങൾ കണ്ടതുപോലെ ഇന്ന് എൻ്റെ ഒരു സൺഡേ ഇൻ മൈ ലൈഫ് ആണ്. നിങ്ങൾ മുന്നൊരു സൺഡേ ഇൻ മൈ ലൈഫ് കണ്ടിട്ടുണ്ടാവും. ബട്ട് അന്ന് എനിക്കൊരു വർക്ക് ഡേ ഒക്കെയുള്ളൊരു ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യങ്ങളും റുട്ടീനൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ ആക്ച്വലി ലാപ്പർലോണ്ട് ഇവിടെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട്. ഞാൻ അവിടെ മുന്നേ ഇവിടെ വന്ന് 1-2 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചുമ്മാ ഇതൊരു റൗണ്ട് ഓടിക്കഴിഞ്ഞാൽ തന്നെ ഇതൊരു വർക്കൗട്ടാവും. ഞാൻ ജിമ്മിൽ നിന്ന് ഒരു 3 മാസം ബ്രേക്ക് എടുത്തായിരുന്നു. ബ്രേക്ക് എടുത്തതിൻ്റെ കാരണം എനിക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക. എനിക്കിനി ലാസ്റ്റ് എക്സാം ഒരു തേഴ്സ്ഡേ ഉണ്ട്. ഒരു എക്സാം ഉണ്ട്. അപ്പോൾ എക്സാം പ്രമാണിച്ചാണ് ഞാൻ ബ്രേക്ക് എടുത്തത്. പക്ഷേ ഞാൻ അത് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യണു. 3 മാസത്തേക്കാട്ടോ, എനിക്ക് അടുത്ത മാസം കൂടി ഉണ്ട് ബ്രേക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ വർക്കൗട്ട് ഒന്നില്ലെങ്കിൽ ഹോം വർക്കൗട്ട് അല്ലെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത്. സോ ഇന്ന് രാവിലെ ഓടാൻ വരാമെന്ന് വെച്ചു. ഞാൻ 2-3 ആഴ്ച ഞാൻ തോന്നുന്നു ഇവിടെ വന്നിട്ട്. ലാസ്റ്റ് ഇങ്ങനെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെ വരും. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ബാബു ആണ് എൻ്റെ കൂടെ ഇന്ന് എൻ്റെ പാർട്ട്ണർ. ഹായ്. ബാബു മിഞ്ഞാന്നൊരു മാരത്തോണൊക്കെ ഓടി, 5 കിലോമീറ്റർ ഓടി, ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടി ഗായ്സ്. ഒരുപാട് പ്രൈസ് എനിക്കൊന്ന് കിട്ടി. എങ്ങനെയുണ്ട്? അപ്പൊ ഒരു പ്രൊഫഷണൽ റണ്ണറിന്റെ കൂടിയാണ് ഞാൻ ഇന്ന് ഓടാൻ വന്നേക്കുന്നത്. എങ്ങനെയുണ്ട് ഇന്ന് ഓടാൻ? സൺഡേ മോർണിംഗ് ഓടാൻ നൈസ്. നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലതാ. രാവിലെ ഒരു ചെറിയ റണ്ണൊക്കെ, ചെറിയ വാമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമുക്കൊരു പ്രൊഡക്റ്റീവായിട്ടൊരു ഡേ സ്റ്റാർട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിച്ചിരുന്ന കാര്യം നടക്കത്തില്ല. നമുക്കിനി ഉണ്ട് റൗണ്ട് ഓടാൻ. ലെറ്റ്സ് റൺ. ഇതാണ് ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ലാപ്പർലോ. ഇതിന് ചുറ്റാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ വട്ടം അധികം സമ്മർ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ അവസരങ്ങൾ കിട്ടിയില്ല. വർക്കൗട്ടിനെ ഞാൻ മുന്നേ പുച്ഛിച്ച് തള്ളിയൊരു ആളാട്ടോ. നമ്മൾ ബാക്കിയുള്ള വർക്കൗട്ടിനെ പോലെ തന്നെ സെയിം ഇമ്പോർട്ടൻസ് തന്നെയാണ് ഇതിനും. മസിൽ ട്രെയിനിങ്ങും സ്ട്രെങ്ത് ട്രെയിനിങ്ങും എല്ലാത്തിനെ പോലെ തന്നെ കാർഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലുക്ക് ദിസ് വ്യൂ. സമ്മറായിട്ടെ ഓക്കെ. അപ്പോൾ വി സക്സസ്ഫുള്ളി ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഒരു റൗണ്ട് ധാരാളം. ബാബു, ഹൗ ഇറ്റ് ഫീൽസ്? ഗുഡ്. ഇത് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? വണ്ടികൾ സൈഡിൽ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നെൻ്റെ ആക്ച്വലി ഇനി എന്താ പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഐ എം നോട്ട് ഷുവർ യു ഗൈസ് ആർ ഹിയറിങ് ഓർ വാട്ട്. ഓക്കെ, ഇന്നെനിക്ക് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കഴിക്കണമെങ്കിൽ ഉണ്ടാക്കണം. പിന്നെ എനിക്കിന്ന് ഹെയർ വാഷ് ഡേ കേട്ടോ. ഞാൻ ആക്ച്വലി ഇന്ന് ആവേണ്ടതല്ല. ബട്ട് ഇപ്പോൾ 2 വീക്കായിട്ട് എൻ്റെ വീട്ടിൽ വെള്ളമില്ല, ചൂടുവെള്ളമില്ല. അപ്പോൾ എനിക്ക് മടി ചൂടുവെള്ളത്തിൽ തല കഴുകാം. ബട്ട് ഇന്നും സ്കിപ്പ് ചെയ്താൽ ശരിയാവത്തില്ല. അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകണം. ഇന്ന് സൺഡേ ആണ്. സോ പള്ളിയിൽ പോകണം. 11 മണിക്കാണ് കുർബാന. ഇപ്പം എത്ര മണിയായെന്ന് എനിക്കറിയില്ല. സോ പോയിട്ട് എങ്ങനെയാ നോക്കിയിട്ട് എല്ലാം പ്ലാൻ ചെയ്യണം. നോക്കാം എത്രത്തോളമൊക്കെ നടക്കും എന്ന്. ഇന്നെൻ്റെ ആക്ച്വലി എന്തായിരുന്നു പ്ലാൻ എന്ന് പറഞ്ഞാൽ, രാവിലെ ഓടാൻ പോയിട്ട് എക്സാം ഒക്കെ അല്ലേ. അപ്പം ഇന്ന് ഫ്രഷായിട്ട് പള്ളിയിലൊക്കെ പോയി വന്ന് ഫുഡ് കഴിച്ചിരുന്ന് പഠിക്കാം എന്നുള്ളൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു പിന്നിൽ. പക്ഷെ നടക്കുമെന്നുള്ളത് മോസ്റ്റ് പ്രോബബ്ലി
പഠിത്തമാണെങ്കിൽ ബാക്കിയെല്ലാം നടക്കുമായിരിക്കും. പക്ഷെ പഠിത്തത്തിന്റെ കാര്യം ഉറപ്പില്ല. ഒന്നും അറിയൂല എന്ന് എനിക്ക് തോന്നണേ. നമ്മൾ കീ എടുത്തിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല. മാരിഡ് ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അകത്ത് കയറും. ഗുഡ് മോർണിംഗ് മാരിയേജ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഷോർട്സ് കുടിക്കാം. മെയിനായിട്ട് ടെർമറിക്, ജിഞ്ചർ എന്തായാലും വേണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ബീട്രൂട്ട്, ക്യാരറ്റാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ലൈക്ക് വെറും വയറ്റിലാണ്. ഞാൻ രാവിലെ കുടിക്കാൻ മറന്നു. അപ്പം ഞാൻ അപ്പോൾ വന്നിട്ട് കുടിച്ചു. ഞങ്ങൾ പള്ളി പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇത് ഞാൻ കുറേ നാളായിട്ട് എടുത്തു വെച്ചിരുന്നൊരു സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടാത്ത എന്നാൽ നല്ല ഡ്രസ്സുകളും ഞാനിങ്ങനെ കവറിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ പോണ വഴിക്കാണ് ഇതിൻ്റെ ബോക്സ് ഇടാനുള്ള ഡൊണേഷൻ ബോക്സ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഇത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ ഇവിടെ എങ്ങനെയാണ് ഡൊണേഷൻ ഡ്രസ്സുകൾ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത്. റോട്ടസ് ക്രോയ്സ് എന്ന് പറയണേ ഇതിലാണ് നമ്മൾ ഡ്രസ്സുകൾ ഡൊണേറ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് അറിയില്ല. ഓക്കെ, ഡൺ. ഇപ്പം കഴിഞ്ഞു. നമുക്ക് തീരെ ആവശ്യമില്ലാത്ത കീറി പറഞ്ഞ ഡ്രസ്സുകളൊന്നും ആരും കൊണ്ടിടരുത്. ചെറുതായിട്ട് ടൈറ്റും ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ അത്യാവശ്യം വാഷ് ചെയ്ത് അയൺ ചെയ്ത് കൊണ്ടിടാം. എന്നെ ഫോട്ടോഗ്രാഫ് ചെയ്യാൻ എത്ര പേരാ? മണ്ണിലോ ഇതു നേരോ തോന്നലോ ഇതെന്താ ഹായ്. അപ്പം ഞാൻ ഇപ്പോൾ സമയം 2:45 ഞാൻ ഇങ്ങനെ അടുത്തത് എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഞാൻ പള്ളിയിലൊക്കെ പോയി വന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞാനിങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ ഒരു ഇൻവെൻറ്റിങ് അന്ന എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ലിസ്റ്റിലുള്ള ഇപ്പോൾ ഏറെക്കുറെ ഡ്രാമ ആയിക്കോട്ടെ, സീരീസ് ആയിക്കോട്ടെ, മൂവീസ് ആയിക്കോട്ടെ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് കണ്ട് തീർന്നിരിക്കുന്ന സമയം. ഇനി കുറച്ച് നേരം അത് കാണലായിരിക്കും എൻ്റെ പരിപാടി. നോക്കട്ടെ, മോസ്റ്റ് പ്രോബബ്ലി ഞാനതൊരു 20 minutes കാണും. നേരെ കിടന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഇതാണ് നടക്കാൻ പോകുന്നത്. ഹായ്. ഹായ്, ഇതെന്റെ UK-യിലുള്ള ഫ്രണ്ട്. UK-യിലല്ല, തൊട്ട് റൂമിന്റെ മേലുള്ള ഫ്രണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഫേസ് ടൈം വേണം.
ഹായ്. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിയായി. 8 മണി, ടിപ്പിക്കൽ 8 മണി ഇൻ ഓഗസ്റ്റ് ഇൻ ജർമ്മനി. സോ ഇത്ര നേരം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, കുറച്ച് നേരം എന്താണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, ലൈക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. പഠിച്ചൊന്നുമില്ല, നോട്ട്സ് മാത്രം പ്രിപ്പയർ ചെയ്തുള്ളൂ. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ടിപ്പിക്കൽ ദിവസം ഇങ്ങനെയാണ്. ഐ മീൻ ടിപ്പിക്കൽ സൺഡേസ് ഇങ്ങനെയാണ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു സീരീസ് ഉണ്ട്, ലവ് നെക്സ്റ്റ് ഡോർ. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് ഇന്ന് ഇറങ്ങി. ഇന്നലെ പറഞ്ഞ് ഇറങ്ങി, അത് ഇന്നലെ ഇരുന്ന് കണ്ടു. അപ്പോൾ ഇന്ന് ഇറങ്ങിയോണ്ട് അത് ഞങ്ങളിരുന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ. ഇതൊക്കെ തന്നെയുള്ളൂ ഇന്ന്. ഇനി നാളെ വീണ്ടും ക്ലാസ് ഉണ്ട്, വീണ്ടും ഒരു മൺഡേ സ്റ്റാർട്ട് ചെയ്യണം. ഐ ഹേറ്റ് മൺഡേസ്, എവ്രി വൺ ഹേറ്റ് മൺഡേസ്. സോ yeah, that's it. ഇതൊരു വൈറ്റമിൻ ഡ്രിങ്ക് ആട്ടോ. ഇപ്പോൾ എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഇവിടെ ഇതുപോലത്തെ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾസ് കിട്ടും, വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കേണ്ടത്. ലൈക്ക് ഇത് വൈറ്റമിൻ സി ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ചുമ്മാ വെള്ളത്തിൽ നമുക്കൊരു ക്യാപ്സ്യൂൾ ഇട്ട് കുടിക്കാം. ഞാൻ ഓർക്കുമ്പോൾ ടൈം കിട്ടുമ്പോൾ അത് കുടിക്കും. ഇന്ന് ഡിന്നർ സ്പെഷ്യൽ എന്താ? സ്പെഷ്യൽ പന്നി കറി. പന്നി, പയറ്, വഴുതനങ്ങ, പിന്നെ അച്ചാറുണ്ട്. ഇപ്പൊ വരും സൺഡേ സ്പെഷ്യൽ. ബാക്കിലേക്ക്